आपका नाम क्या भैया? अपना नाम? मेरा नाम मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? എന്റെ പേര് മുഹമ്മദ് ദീപക്. ഉത്തരാഖണ്ഡിൽ മുസ്ലിം കടയുടമയെ ഭീഷണിപ്പെടുത്താനെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരെ ദീപക് കുമാർ നേരിട്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച ജനുവരി 26-നായിരുന്നു ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാളിലെ 70-കാരനായ വ്യാപാരി വക്കീൽ അഹമ്മദിന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒരു സംഘം ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിയുമായി എത്തിയത്. ബാബ സ്കൂൾ ഡ്രസ് എന്ന അഹമ്മദിന്റെ കടയുടെ പേര് മാറ്റണമെന്നായിരുന്നു ആവശ്യം. ये तो देखो नाम तो देखो नहीं, नाम से तो फर्क है। अरे ऊपर नाम भी लिखा हुआ है ना, शोएब अहमद. ബാബ എന്നത് ഹിന്ദുക്കളുടെ നാമമാണെന്നും ഇത് മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്നുമായിരുന്നു ഇവരുടെ വാദം. ഭയപ്പാടോടെ കടയുടമയും മകനും നിൽക്കുന്നതിനിടയിലാണ് തൊട്ടടുത്ത കടയിലെത്തിയ ദീപക് കുമാർ തർക്കത്തിൽ ഇടപെടുന്നത്. എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ബാബ എന്ന പേര് എന്തുകൊണ്ട് അഹമ്മദിന്റെ കടയ്ക്ക് നൽകിക്കൂടാ എന്നായി ദീപക്. 30 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് എന്തിനു മാറ്റണമെന്നും അദ്ദേഹം ചോദിച്ചു. बाबा सुपर शूज वगैरह क्या है? वो सब हिंदू की दुकान है। मुसलमान क्या हो गया? मुसलमान नहीं, ये बात सुनो ना, अपने बाबा क्या पहचान से कीजिए। क्या पहचान से? अपने पहचान से कीजिए आप। ये तुम्हारी पहचान है क्या? ये बाबा हमारी पहचान है। ഉത്തരമില്ലാതായതോടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പേര് ചോദിച്ചുകൊണ്ട് ദീപകിന് നേരെ തിരിഞ്ഞു. എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. आपका नाम क्या भैया? अपना नाम? मेरा नाम मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? അതിനിടെ ദീപകിനെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. നിരവധി പേരാണ് മേരാ നാം മുഹമ്മദ് ദീപക് എന്ന ഹാഷ്ടാഗുമായി ദീപകിന് പിന്തുണയുമായി എത്തുന്നത്. അതേസമയം ഭീഷണിയും കൊലവിളിയും മറുപക്ഷത്തു നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. പേരും വസ്ത്രധാരണവും വെച്ചവർ ജനങ്ങളെ വേർതിരിച്ച് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചേറെയായി. ഇത് ഇന്ത്യയാണെന്ന് നമ്മൾ പറയുമ്പോൾ ഹൈന്ദവ ഭാരതം എന്നവർ തിരുത്തും. നമ്മൾ കേട്ടുശീലിച്ച പേരുകളൊക്കെ സൗകര്യപൂർവ്വം അവർ മായിച്ചു കളയും. അവർക്കൊപ്പം അല്ലാത്ത മനുഷ്യരൊക്കെ ഭയന്ന് ജീവിക്കണമെന്ന് തന്നെയാണ് സംഘത്തിന്റെ വാശി. നിങ്ങൾക്ക് പേരാണ് പ്രശ്നമെങ്കിൽ എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണെന്ന് പറയാൻ കഴിയുന്ന മനുഷ്യരാണ് മതേതര ഇന്ത്യയുടെ പ്രതീക്ഷ. നിങ്ങൾ വിചാരിച്ചാൽ കാവ്യ പുതയ്ക്കാൻ കഴിയുന്നതല്ല ഇന്ത്യയുടെ മണ്ണ്. അതിന് നിങ്ങൾക്കറിയാത്ത ചെറുത്തുനിൽപ്പിന്റെ ചരിത്രമുണ്ട്.